മനുഷ്യരെ അനുദിനം കൊല്ലുമ്പോൾ നിശബ്ദത ആഹാരമായി തിന്നുന്ന സാംസ്കാരിക നായകന്മാർ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതിനെതിരെ രൂക്ഷമായ വിമർശനം. കെ.ആർ. മീര, സംവിധായകൻ കമൽ എന്ന കമാലുദ്ദീൻ, മുഹമ്മദ് മജീദ് തുടങ്ങി 40ഓളം സാംസ്കാരിക നായകന്മാരാണ് എം സ്വരാജിനു വേണ്ടി നിലമ്പൂരിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇവർ നൽകുന്ന തലക്കെട്ട് തന്നെ സാംസ്കാരിക കേരളം എം സ്വരാജിനൊപ്പം എന്നതാണ്. മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ അതിൽ മതവും അവസരവാദവും നോക്കി വിമർശിക്കുന്ന സാംസ്കാരിക നായകർ കേരളത്തിലുണ്ട്. അവരിൽ പെട്ടവരാണോ ഈ പട്ടികയിൽ പെട്ടവർ എന്നറിയില്ല. ഇസ്രയേലിൽ ഹമാസ് നടത്തിയ കൂട്ടക്കൊല കാണാതെ ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആക്രമണം മാത്രം കാണുന്നവർ, അതുപോലെ കേരളത്തിലെ മനുഷ്യക്കൊലയിൽ പോലും രാഷ്ട്രീയം മാത്രം നോക്കി നിശബ്ദമാകുന്നവർ, അവരൊക്കെ ഈ കാണുന്ന പട്ടികയിൽ അവിടെ ഇവിടെയായി മറഞ്ഞിരിപ്പുണ്ട്. എന്തായാലും ഈ കാണുന്ന സാംസ്കാരിക നായകരായി രാഷ്ട്രീയത്തിനപ്പുറം അറിയപ്പെടുന്നവർ ചുരുക്കമാണ്. AKG സെന്റർ അക്രഡിറ്റഡ് ബുജീസ് എന്ന വിമർശനം ഇവർക്കെതിരെ സോഷ്യൽ മീഡിയ ഉയർത്തുന്നു. ഇവർ എം സ്വരാജിന്റെ ചിത്രം വെച്ചു കൊടുത്ത തലക്കെട്ടാണ് ജനങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത്. സാംസ്കാരിക കേരളം എം സ്വരാജിനൊപ്പം എന്ന തലക്കെട്ടാണ്. അപ്പോൾ ഇവർ വിഭാവനം ചെയ്ത സാംസ്കാരിക കേരളത്തിൽ നമ്മുടെ യേശുദാസ്, മോഹൻലാൽ, മമ്മൂട്ടി, എം മുകുന്ദൻ, ജോർജ് ഓണക്കൂർ, ബെന്യാമിൻ, ഗായകൻ MG ശ്രീകുമാർ, കലയുടെയും സംസ്കാരത്തിന്റെയും പേരിൽ പത്മശ്രീയും പത്മയും വിഭൂഷണും ഒക്കെയായി ദേശീയ അംഗീകാരം ലഭിച്ച മലയാളി കലാകാരന്മാർ ഇവരൊന്നുമില്ലേ? അപ്പോൾ മേൽ പറഞ്ഞവരൊന്നും കേരളത്തിന്റെ സാംസ്കാരിക നായകരല്ലേ? യേശുദാസ്, മോഹൻലാൽ, മമ്മൂട്ടി, എം മുകുന്ദൻ, ജോർജ് ഓണക്കൂർ, ബെന്യാമിൻ, ഗായകൻ MG ശ്രീകുമാർ ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എം സ്വരാജിന്റെ സാംസ്കാരിക പട എത്ര ചെറിയ മനുഷ്യരാണ്! എത്ര ചെറിയ സംഭാവനകളാണ് മലയാള സമൂഹത്തിന് കലകളിൽ നൽകിയത്! എന്തായാലും കേരളത്തിലെ ജനങ്ങൾ സാംസ്കാരിക നായകന്മാരെ ചിലപ്പോൾ വിശേഷിപ്പിക്കുന്ന ഒരു പേരുണ്ട്, സാംസ്കാരിക നായകൾ എന്ന് അവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കാറുണ്ട്. അതിനാൽ തന്നെ കേരളത്തിന്റെ പൊതുസ്വത്തായ സാംസ്കാരിക നേതാക്കൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലും ചെരുപ്പും മേൽക്കുപ്പായവുമായി മാറി ഇങ്ങനെ ജനത്തെ കൊണ്ട് തെറി വെളുപ്പിക്കരുത്. നോക്കുക, കെ.ആർ. മീര എഴുതുന്നത് CPM-കാർക്ക് മാത്രം വേണ്ടിയാണോ? കമലിന്റെ ചിത്രങ്ങൾ കേരളത്തിലെ മലയാളികൾക്ക് വേണ്ടിയല്ലേ? അവർക്കൊരു അവസരം വരുമ്പോൾ രാഷ്ട്രീയമായി കേരളത്തെ വെട്ടിമുറിക്കുകയാണ്. ഇതുപോലെ ഒരു കലാകാരൻ സമൂഹത്തെ ഭിന്നിപ്പിക്കുകയല്ല വേണ്ടത്. കലാകാരൻ നാടിന്റെ പൊതുസ്വത്താണ് എന്ന് പറയുമ്പോൾ തന്നെ ഇതെന്ത് പരിപാടിയാണ് ഇവർ നിലമ്പൂരിൽ ചെയ്യുന്നത്? നാടിന്റെ പൊതുസ്വത്ത് എന്ന് പറയുന്ന സാംസ്കാരിക നായകന്മാർ തന്നെ നിലമ്പൂരിലെത്തി കേരള ജനതയെ രാഷ്ട്രീയമായി വെട്ടിമുറിക്കുകയാണ്. ഇത് CPM-നോ ഇടതിനെതിരെയോ പറയുന്നതല്ല. സാംസ്കാരിക നായകർ എന്ന് പറഞ്ഞ് കേരളത്തെ രാഷ്ട്രീയമായി വെട്ടിമുറിക്കുന്നവരോടാണ് വിമർശനം. എങ്ങനെയാണ് ഇതുപോലെ ഇവർക്ക് രാഷ്ട്രീയ നിറം വരുന്നത്? ഇവർക്ക് കേരളത്തിലെ കോൺഗ്രസ്, BJP, ലീഗുകാരെ ഒന്നും വേണ്ടേ? ഒരു സാംസ്കാരിക നായകൻ എങ്ങനെ ഒരു പാർട്ടിയുടെ വാലായി ഏറാൻ മൂളിയായി നിൽക്കാൻ സാധിക്കും? നിലമ്പൂർ ഇലക്ഷനിൽ CPM-ന് വേണ്ടി വോട്ട് പിടിച്ച് പരസ്യമായി പ്രവർത്തിക്കുന്ന ഇവരെ ഇനി നമ്മൾ എങ്ങനെ വിലയിരുത്തണം? ഇവരുടെ എഴുത്തിലും സിനിമയിലും പ്രഭാഷണത്തിലും എല്ലാം നിറയുന്നത് ഏത് രാഷ്ട്രീയമെന്ന് ഇനി മനസ്സിലാക്കാവുന്നതാണ്. ഇവരുടെ എഴുത്തുകൾ CPM-കാർക്ക് മാത്രം, ഇവരുടെ സിനിമയും പ്രസംഗവും എല്ലാം കേരളത്തിലെ ഒരു പാർട്ടിയുടെ മാത്രം. അതിനാൽ തന്നെ CPM-കാർ എന്ന് മുൻപ് പറഞ്ഞതുപോലെ AKG സെന്റർ അക്രഡിറ്റഡ് ബുജീസ് എന്നുമൊക്കെ ഇവരെ ജനം വിശേഷിപ്പിച്ചാൽ ഒന്നും പറയാനില്ല. ഭരിക്കുന്നവരുടെ അപ്പക്കഷ്ണവും തുട്ടുകളും TA-യും അവാർഡും ഒക്കെ വാങ്ങാനായി എന്ത് വൃത്തികേടും കേരളത്തിലെ ചില എഴുത്തുകാർ കാണിക്കരുത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഈ സാംസ്കാരിക നായകർ രംഗത്തിറങ്ങിയതിനാൽ തന്നെ എം സ്വരാജിന് വോട്ട് കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരം സാംസ്കാരിക നായകർ മനുഷ്യക്കൊലകൾ നടന്നപ്പോൾ എവിടെയായിരുന്നു? നിലമ്പൂരിൽ മനുഷ്യർ വന്യമൃഗങ്ങൾക്ക് മുന്നിൽ മരിച്ചു വീണപ്പോൾ എവിടെയായിരുന്നു? കേരളത്തെ കാർന്നു തിന്ന കരിമണൽ അഴിമതിയിൽ ഇതേ ആളുകൾ നിശബ്ദമായിരുന്നു. എന്തായാലും ബുദ്ധിജീവികൾ എന്ന് വിളിക്കുന്നവർ അവരുടെ രാഷ്ട്രീയം നോട്ടീസ് അടിച്ചിറക്കി വ്യക്തമാക്കിയത് നന്നായി. തിരഞ്ഞെടുപ്പിൽ മനുഷ്യരെ വിഭജിക്കുന്ന സാംസ്കാരിക നായകർ അല്ല കേരളത്തിന്റെ അമരത്ത് വരുന്നത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. അത് നമ്മുടെ മുൻപ് പറഞ്ഞതുപോലെ യേശുദാസ്, മോഹൻലാൽ, മമ്മൂട്ടി, എം മുകുന്ദൻ, ജോർജ് ഓണക്കൂർ, ബെന്യാമൻ, ഗായകൻ MG ശ്രീകുമാർ തുടങ്ങിയ പരമ്പരകൾക്കുള്ളതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.